ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ നല്ല എനർജറ്റിക് ആയിട്ടാണ് എഴുന്നേറ്റ് വന്നത്. വന്ന പാടെ ഞാൻ ആദ്യം എൻ്റെ ചെടികളെയൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്തു കേട്ടോ. ചെടികളെ വിസിറ്റ് ചെയ്ത് അവരെയൊക്കെ ഒന്ന് നോക്കി കണ്ട് തിരിച്ചു വരുമ്പോൾ തന്നെ നല്ലൊരു മൂഡായിരിക്കും. പ്രത്യേകിച്ച് അഗ്ലോണിമ ചെടികൾ പല കളറ്, പല തരത്തിൽ, പല ഭംഗിയിൽ നിൽക്കുന്ന ചെടികളിൽ ഇങ്ങനെ സൂര്യപ്രകാശമൊക്കെ തട്ടുമുണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ്. പിന്നെ എല്ലാ ഭാഗത്തും ഞാൻ അധികം അഗ്ലോണിമ ചെടികളാണ് വെച്ചിട്ടുള്ളത്. അഗ്ലോണിമ ചെടികളുടെ സെയിലുള്ളത് കൊണ്ട് തന്നെ വീട്ടിൽ ഒരു ഭാഗം മൊത്തം അഗ്ലോണിമയാണ്. പിന്നെ ആന്തൂറിയം ചെടികളുമാണ് കേട്ടോ. എത്ര കളക്ഷൻ കിട്ടിയാലും മതി വരാത്ത ഒന്നാണ് അഗ്ലോണിമ. അതേപോലെ തന്നെ ആന്തൂറിയം ചെടിയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ചെടികൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ മോളുടെ സ്കൂളിൽ ഒരു ശാസ്ത്രമേള ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമുക്ക് അതിൽ നിന്നൊരു റൂം അവർ തന്നിട്ട് നമ്മളോടത് പ്രദർശനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ സ്കൂളിൽ സെറ്റാക്കി ഞങ്ങൾ രാത്രി പോയിട്ട് 3-4 പ്രാവശ്യം നമ്മൾ വണ്ടിയിൽ ചെടികൾ കൊണ്ടുപോയി. അങ്ങനെ നമുക്ക് അതിന് ഫസ്റ്റ് പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സെറ്റിങ്സാണ് ഈ ഒരു കാണുന്നത്. അപ്പോൾ നമ്മൾ കാർഡൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ കാർഡൊക്കെ കൊടുത്ത കാരണം തന്നെ നമുക്ക് ഒരുപാട് സെയിലും വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് വന്ന് ഇവിടെ ഫോട്ടോ എടുക്കലും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പിന്നെ അഗ്ലോണിമ ചെടിയുടെ പോട്ടി മിക്സ് ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്. അഗ്ലോണിമ ചെടിക്ക് നമ്മൾ പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോൾ നല്ല ലൂസായിട്ട് വെള്ളം വാർന്നു പോകാൻ പറ്റിയ രീതിയിൽ തയ്യാറാക്കണം. മണലും ചകിരിച്ചോറ്, ചാണകപ്പൊടി, എല്ലുപൊടി, വേണമെങ്കിൽ പെർലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ റേസസ്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പോട്ടി മിക്സ് തയ്യാറാക്കാം. 3 ദിവസം കൂടുമ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുത്തിട്ട് വെള്ളം അടിയിലൂടെ വാർന്ന് പോവണം. അഗ്ലോണിമ ചെടികൾ നല്ലപോലെ കെയർ ചെയ്താൽ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും മറ്റ് ചെടികളെ പോലെയല്ല, കളർഫുള്ളായിട്ടുള്ള ഭംഗിയുള്ള ഒരു ഗാർഡൻ. പൂക്കളുള്ള ചെടികളിൽ ഉപരി നല്ല ഭംഗിയുള്ള ലീഫാണ് ഇവയുടെ പ്രത്യേകതകൾ. കമ്പ് കുത്തിയും തൈകൾ റെഡിയാക്കിയൊക്കെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം NPK ഫെർട്ടിലൈസർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെടികളുടെ വളർച്ചയും നല്ലപോലെ കൂടും. ഇനി നമുക്ക് സെയിലിന് റെഡിയായ പ്ലാന്റുകളൊന്ന് കണ്ടുനോക്കാം കേട്ടോ. ഗ്രീൻ എമറാൾഡിൻ്റെ നല്ല ബുഷിയായിട്ടുള്ള അടിപൊളി ഒരു പ്ലാന്റാണിത്. ഇതിൻ്റെ എല്ലാ പ്ലാന്റിൻ്റെയും റേറ്റ് ഞാൻ അതിൻ്റെ സൈഡിൽ ചേർക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ചെടികളും വലിയ പ്ലാന്റുകളാണ്, അതുകൊണ്ട് തന്നെ അതിൻ്റെതായ റേറ്റും ഉണ്ടാവും. ചെറിയ പ്ലാന്റുകൾ വാങ്ങി നശിച്ചു പോകുന്നതിനെക്കാട്ടിലും നല്ലതാണ് നമ്മൾ കുറച്ച് പൈസ കൂട്ടിക്കൊടുത്താലും ആ ഒരു ചെടി എന്തായാലും പിടിക്കുമെന്നുള്ള ഉറപ്പുള്ള ഹെൽത്തിയായ പ്ലാന്റുകൾ വാങ്ങി നടുന്നത്. യെല്ലോ കളറും ഗ്രീനും കൂടെ ചേർന്ന നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണിത്. അതുപോലെ മിൽക്കി വൈറ്റ്, പിന്നെ റെഡ് പനാമയുടെ നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. അടുത്തത് പീച്ച് പനാമയുടെ ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റാണിത്. ഇത് ജയ്പോങ് റെഡിൻ്റെ ഒരു പ്ലാന്റാണ്. അടുത്തത് ബുഷിയായ പോട്ടോട് കൂടിയുള്ള ഒരു കലാത്തിയാണ് കേട്ടോ. 9 കാരറ്റിൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണിത്. പിന്നെയുള്ളത് റെഡ് എമറാൾഡിൻ്റെ സൂപ്പർ പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്, നോർമൽ പ്ലാന്റാണ്. പിന്നെയുള്ളത് ഹെങ്ങങ്ങിൻ്റെ പ്ലാന്റാണ്. അടുത്തത് ലഗാച്ചിയുടെ നല്ല പ്ലാന്റാണ്. പിന്നെയുള്ളത് റിഫ്ലക്ടറിൻ്റെ അത്യാവശ്യം ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. ഇത് റെഡ് ആർമിയുടെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇനിയുള്ളത് ഈ ഒരു അഗ്ലോണിമയാണ് കേട്ടോ. ഇതിൻ്റെ ലീഫുകൾ ഭയങ്കര ഭംഗിയാണ് വളർന്നു വരുമ്പോൾ. അടുത്തത് ഈ ഒരു വെറൈറ്റിയാണ്. പിന്നെയുള്ളത് ഈത്രമാരയുടെ പ്ലാന്റാണ്. പിന്നെ പിങ്ക് ക്യാൻഡി, അതുപോലെ തന്നെ വൈറ്റ് ക്യാൻഡിയും നമ്മുടെ കയ്യിലിപ്പോൾ റെഡിയാണ്. പിന്നെയുള്ളത് ഫ്രോസൻ്റെ ബുഷിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീൻ വെറൈറ്റിയാണ്. ഇതിൽ വൈറ്റ് കളർ കയറി വരുന്നൊരു പ്ലാന്റാണ്. അടുത്തത് ബോക്സറിൻ്റെ വലിയ പ്ലാന്റുകളാണ്. പിന്നെയുള്ളത് ഈ ഒരു പ്ലാന്റാണ് കേട്ടോ. അടുത്തത് ലെഗസിയുടെ വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട്. അടുത്തത് നല്ല ഭംഗിയുള്ള പിങ്ക് ഡാൽമേഷ്യനാണ്. പിന്നെയുള്ളത് പിങ്ക് അരോറ പ്ലാന്റാണ്. പിന്നെയുള്ളത് 10 കാരറ്റ്. ഇനി നമുക്ക് അടുത്തത് ആന്തൂറിയം കണ്ടുനോക്കാം കേട്ടോ. നല്ല റെഡ് കളറുള്ള ഹൈബ്രിഡ് ആന്തൂറിയാണിത്. പിന്നെയുള്ളത് ഇതുപോലെ നീളൻ ഫ്ലവർ ആയിട്ടുള്ളതാണ്. എല്ലാ ആന്തൂറിയവും ഫ്ലവറോട് കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. പിന്നെയുള്ളത് ഈ ഒരു ഗ്രീനും പിങ്കും കൂടെ ചേർന്ന കളറാണ്. ഇതിലേതെങ്കിലും ചെടി വലിപ്പം കൊണ്ടും വില കൊണ്ടുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന ഈ ഒരു വാട്സപ്പ് നമ്പറിൽ എനിക്ക് സെൻഡ് ചെയ്യുക.
DTDC കൊറിയർ സർവീസ് വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയും നമ്മളിപ്പോൾ ചെടികൾ അയക്കുന്നുണ്ട്. എല്ലാ ചെടികളും നല്ല ഹെൽത്തി ആയിട്ടുള്ള മെച്ചുവേർഡ് ആയതും മദർ പ്ലാന്റുകളുമാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക. വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.